ഡൽഹിയിൽ ആന്റി നാർക്കോട്ടിക് റെയ്ഡിനിടെ നൈജീരിയൻ യുവതി ഫ്ളാറ്റിൽ നിന്ന് ചാടി ജീവനൊടുക്കി. സ്റ്റെല്ല പിയൂസ് എന്ന യുവതിയാണ് സ്വരൂപ് നഗറിലുള്ള ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് ചാടിയത്. യുവതി താമസിച്ചിരുന്ന പരിസരത്ത് നിന്ന് ബീക്കറുകൾ, പൈപ്പുകൾ ഉൾപ്പെടെ കണ്ടെത്തി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. മയക്കുമരുന്ന് വിരുദ്ധ സ്ക്വാഡ് നടത്തിയ റെയ്ഡിനിടെയാണ് സ്വരൂപ് നഗറിലെ ഫ്ളാറ്റിന്റെ 4ാം നിലയിൽ നിന്ന് നൈജീരിയൻ വംശജയായ സ്റ്റെല്ല പിയൂസ് ജീവനൊടുക്കിയത്. ഉടനെ ബുരാരി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യുവതിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ആന്റി നാർക്കോട്ടിക് സംഘം നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് നടത്തിയത്. മാരക രാസലഹരിയായ മെത്താഫെറ്റമിൻ നിർമ്മാണ സംഭരണ യൂണിറ്റായി മുറി ഉപയോഗിച്ചിരുന്നെന്ന് കണ്ടെത്തി. മുറിയിൽ നിന്ന് രാസവസ്തുക്കൾ, ബീക്കറുകൾ, പൈപ്പുകൾ, തൂക്കമളക്കുന്ന യന്ത്രങ്ങൾ എന്നിവയും കണ്ടെടുത്തു. ബുരാരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു NDPS കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് യുവതിയെ അന്വേഷിച്ച് നാർക്കോട്ടിക് സംഘം എത്തിയത്. അറസ്റ്റിലായ മറ്റൊരു പ്രതിയിൽ നിന്നും ലഭിച്ച വിവരങ്ങളെ തുടർന്നായിരുന്നു റെയ്ഡ്. ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ ഏകദേശം 30 ഗ്രാം MDMA-യും 1.5 ഗ്രാം ഹെറോയിനും കണ്ടെടുത്തു. അന്വേഷണ സംഘം പരിശോധനയ്ക്കായി വസതിയിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ യുവതി ബാൽക്കണിയിൽ നിന്ന് ചാടി ജീവനൊടുക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ മറ്റൊരു ഫ്ളാറ്റിൽ നിന്ന് ആരോൺ എന്ന ആഫ്രിക്കൻ പൗരനെ സംഘം കസ്റ്റഡിയിലെടുത്തു. ഇയാളിൽ നിന്ന് കണ്ടെടുത്ത ഒരു താക്കോൽ ഉപയോഗിച്ചാണ് സ്റ്റെല്ലയുടെ ഫ്ളാറ്റ് തുറന്നത്. മയക്കുമരുന്ന് കേസിൽ നോർത്ത് ഡിസ്ട്രിക്ട് ആന്റി നാർക്കോട്ടിക് സ്ക്വാഡിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിശാലമായ ശൃംഖല പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.